ഹായ്. ആരുടെയെങ്കിലും അടുത്തു നിന്ന് പ്രതീക്ഷിക്കാതെ അവോയ്ഡ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നപ്പോൾ, നനച്ചിരിക്കാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴൊക്കെ ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നിയോ? ഇനി ജീവിക്കുന്നത് എന്തിനാ എന്ന് ആലോചിച്ചുവോ? മരണം വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചുവോ? വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ഈ ചിന്തകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഒരു പേനയും ബുക്കും എടുക്കുക, എന്നിട്ട് എഴുതുക. ആദ്യമായിട്ട് നിങ്ങളെ സ്വയം അറിയുക എന്നതാണ്. ഞാൻ ആരാണ്, എന്താണ്, എവിടാണ്, എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, ഞാൻ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്, നിങ്ങളുടെ ഓരോ വികാരങ്ങളെയും അറിഞ്ഞ് പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മുടെ വികാരങ്ങളെ അടക്കി വെക്കേണ്ടതാണോ അതോ പുറത്തു വിടേണ്ടതാണോ എന്നൊക്കെ ആലോചിക്കുക. എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോ ചിന്തയും ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ഓരോ പോയിന്റുകളാക്കി എഴുതി വെക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലൊക്കെ ദേഷ്യമെന്ന വികാരമാണ് വരുന്നതെങ്കിൽ, എനിക്ക് ഇന്ന ആളെ കാണുമ്പോൾ ദേഷ്യം വരുന്നു എന്നെഴുതുക. ശേഷം അതിൻ്റെ കാരണങ്ങൾ എഴുതുക. പിന്നീട് ആ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും എഴുതി വെക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ തൽക്കാലത്തേക്ക് ആ വ്യക്തിയെ കാണുന്നതിനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക. ആ ഒരു ഭാഗം നമ്മൾ അങ്ങ് ഒഴിവാക്കി വിടുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഇല്ലാതെയാവും. ഇനി രണ്ടാമത്തെ കാര്യം, നല്ലൊരു ദിശാബോധം ഉണ്ടാക്കുക. എന്തെന്നാൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല. കാരണം അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എല്ലാം കൂടെ തലയിലെടുത്തു വെച്ച് മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റി നടക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് അവ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളിൽ ദിശാബോധം വളരുകയും നിലനിൽക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം, സ്വന്തത്തിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കുക. അവ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഉദാഹരണത്തിന്, ഒരാൾക്ക് ജിമ്മിൽ പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന കാര്യമാണെങ്കിൽ, സ്വന്തത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമയം കണ്ടെത്തുക തന്നെ വേണം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തോ ഒരു ഫാമിലി മെമ്പറോ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി അങ്ങനെ ആരുമില്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം തേടുക. മനസ്സിൻ്റെ ഭാരം പങ്കുവെക്കാനായി ആരുമില്ലാത്ത ഒരവസ്ഥ അത് ഭ്രാന്തിൻ്റെ വക്കിലെത്തിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കാനും പരിഹരിക്കാനും കൂടെ ഒരാൾ വേണം. ഒന്നിനും കഴിയില്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും സാരമില്ലടോ ഞാനില്ലേ എന്ന് പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടാകുന്നത് മാനസിക ഭാരം കുറയാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി 5, ഒരു ദിനചര്യ നിലനിർത്തുക. എല്ലാ ദിവസവും കൃത്യമായി പാലിക്കാൻ ഒരു ദിനചര്യ ടേബിൾ തയ്യാറാക്കുക. ഇതിൽ 24 മണിക്കൂറും കൃത്യമായി കാണിച്ചിരിക്കണം. ഉറങ്ങാനുള്ള സമയം, ഉണരാനുള്ള സമയം, വർക്ക് ചെയ്യുന്നത്, മൊബൈൽ യൂസിങ്, വിനോദ സമയം എല്ലാം കാണിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള സമയവും കണ്ടെത്തണം. ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള വഴി നോക്കാതെ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോന്നോരോന്നായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഓരോന്നോരോന്ന് നേടിക്കഴിയുമ്പോഴും നിങ്ങൾ അതിൽ വിജയിച്ചതായി ഫീൽ ചെയ്യും. ഇത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുക തന്നെ ചെയ്യും. ഡെയിലി റൊട്ടീൻസിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നിത്യമായും ചെയ്യുക. അത് ചെയ്ത് തീർക്കുക. ഇതിൽ ഒരു ദിവസം മനസ്സിൽ തോന്നുന്നത് പോലെ ഒന്ന് ഫ്രീ ആയിരിക്കാൻ വേണമെങ്കിൽ വിശ്രമിക്കാം. എന്നാൽ ഒരിക്കലും ആ ഒരു ഫ്രീ ഡേ നിങ്ങളെ പാസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒന്നാക്കി മാറ്റരുത്. മനസ്സിന് ശക്തമായ നിയന്ത്രണമുള്ളവർക്ക് മാത്രമേ ഒരു ഫ്രീ ഡേ എടുക്കാൻ പാടുള്ളൂ. വ്യക്തവും ശക്തവും പ്രചോദനകരവുമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ശക്തനാക്കും. ബൈ മോട്ടിവേഷൻ മലയാളം.